അതെ, നെയ്ച്ചോറൊക്കെ ബാലൻസ് വന്നാൽ നിങ്ങളൊക്കെ സാധാരണ എന്താ ചെയ്യണേ? ഞാൻ ചില സമയത്താണെങ്കിൽ കറിയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് പിറ്റത്തെ ദിവസം ചിലവായിക്കോളും. കറിയൊന്നും ഇല്ല, ചോറ് മാത്രം ഉണ്ടെങ്കിൽ ചെയ്യണ ഒരു പരിപാടി കാണിച്ചു തരാം. ബാ. അപ്പോൾ ഈ ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചപ്പോൾ ഞാൻ സവാള വറുത്ത എണ്ണയുണ്ടാവും ഒഴിച്ചത്. അതാണ് ഇച്ചിരി സവാളയുടെ പാടൊക്കെ കണ്ടത്. അപ്പോൾ ആ ചിക്കനും സവാളയൊക്കെ വറുത്ത എണ്ണയാകുമ്പോഴത്തേക്ക് ഇച്ചിരി ടേസ്റ്റ് കൂടും. അപ്പോൾ ആ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സവാള കുനുകുനായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞിടുക, ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടി ചതച്ചിടുക. എന്നിട്ട് അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്കും പൊടികളിട്ട് കൊടുക്കുക. പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ചേർക്കണുള്ളൂ. ഇച്ചിരി കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് അതൊന്നും മൂത്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാനതൊരു ഇച്ചിരി സോയാ സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മുട്ടയും കൂടി പൊടിച്ചിടുക. എന്നിട്ട് ആ മുട്ട അവിടെ കിടന്ന് അങ്ങനെ വേകട്ടെ. എന്നിട്ട് ആ മുട്ട ഒന്ന് വേണമെങ്കിൽ മൂടി വെച്ചോ, മൂടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുട്ടയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ അത് ആയിക്കഴിയുമ്പോൾ ചിക്കി പൊരിച്ച് എല്ലാം കൂടി എടുക്കുക. എന്നിട്ട് ആ ബാലൻസ് തന്നെ റൈസില്ലേ അതും കൂടി തട്ടിയിടുക. മസാലപ്പൊടി ചേർക്കാത്തതെന്ന് നമ്മൾ ആ ഗീ റൈസിനകത്ത് സ്പൈസസ് എല്ലാം ഇട്ട് വെക്കണല്ലേ, പിന്നെയും മസാല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓവറായിപ്പോൾ. മുട്ട മാത്രം ഇതുണ്ട്. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ. ഞാനപ്പോൾ അതൊക്കെ കൂടി വറുത്തിട്ടിട്ട് ഈ ചോറെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും. ഇച്ചിരി മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടോ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടില്ല. പിന്നെ ഇവിടെ ആർക്കും മല്ലിയുടെ ചുവ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് ചേർക്കാത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. ഞാനിങ്ങനെ ചെയ്യണേ. എന്നിട്ട് ചൂടോടുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സാലഡ് കഴിക്കാം, പപ്പടം വയ്ക്കാം, ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഒന്നും ഇല്ലെങ്കിലും സോസെങ്കിലും കൂടി കഴിക്കില്ലേ, ഇതൊന്നും വേണ്ട, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെങ്ങനെ എന്താ ചെയ്യാറെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നില്ലേ, നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ആണോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെയാണോ കാണാൻ ഇഷ്ടമുള്ളത്, അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി.